ഹായ് ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഇന്ന് ഞങ്ങൾ ലുല്ലു നമുക്ക് കറങ്ങാതെ വിചാരിച്ച് ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് മൂവി ടൈം 12:30-12:30ക്കാണ് ലുലു മാളിൽ. അപ്പോൾ ഞങ്ങളെന്നാൽ പിന്നെ നേരെ ലുലു മാളൊക്കെ ഇവർ ഫസ്റ്റ് ടൈമാണ് ലുലു മാളൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങൾ അവിടേക്ക് ഒന്ന് അടിച്ച് പൊളിക്കാൻ വിചാരിച്ച് ഞങ്ങൾ ലുലു മാൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 11-12 മണി ആവാറായി. അപ്പോൾ ഇനി പെട്ടെന്ന് കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് അങ്ങോട്ടൊന്നും കറങ്ങിയിട്ട് ജസ്റ്റ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മൂവിക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയും ടൈമില്ല, ഞങ്ങൾക്ക് മൂവി ടൈം ആവാറായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്ന് ചെന്നുടനെ തന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇന്ന് താഴേന്ന് ഇനി സെക്കൻഡ് ഫ്ലോറിൽ എത്തുമ്പോൾ തന്നെ കുറച്ച് പണിയുണ്ടല്ലോ. ഞങ്ങൾ എക്സിലേറ്റർ വഴിയാണ് കയറി പോയതൊക്കെ. എന്താണ് അവർ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. നല്ല രസമാണ്, അവരുടെ ടൈം പോകുന്നേ അറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു 1 വീക്ക് എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. കാരണം അവരോടുള്ള ഓരോരോ മൂമെൻറ്റും ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഭയങ്കര രസമാണ് അവരോട്. പ്രത്യേകിച്ച് ശ്രീക്കുട്ടിയുടെ കാര്യം പറയാൻ വേണ്ട. ഇച്ചിരി കുരുത്തക്കണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ടൈം പോകുന്നതേ അറിയില്ല. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ ഫ്ലോറിലെത്തി. അവിടെ എത്തി ഇനി ഞങ്ങൾ നേരെ ഇനിയും മൂവിക്ക് വേണ്ടി കയറാൻ പോകണം. അപ്പോഴത്തേക്കൊരു ടൈം ഏകദേശം ആവാറായിരുന്നു. ഞങ്ങൾ ഇനിയും മൂവി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ലുലു മാളൊക്കെ ഒരു ജസ്റ്റ് കറങ്ങി ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ നല്ല പെട്ടെന്ന് അവിടെ പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം വലിയ തിരക്ക്, വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ PVRലെത്തി ഗൈസ്. ഇനി ഇവിടുന്ന് ഇനിയും മൂവി ടിക്കറ്റും കാര്യങ്ങളും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അകത്ത് കയറണം. ഇനിയിപ്പോൾ ഇവർ 2 ദിവസം കൂടെ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു വിഷമമുണ്ട് പോകുമ്പോൾ. കാരണം ഇത്രയും ദിവസം അവർ കൂടെ ഉണ്ടായിട്ടേ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ ലുലു മാൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾ 2-3 മൂവിയൊക്കെ പോയി കണ്ടു. ആവേശവും പിന്നെ ജയഗണേശൊക്കെ കണ്ടു. ഇനി വർഷങ്ങൾക്ക് ശേഷം കൂടെ ഒന്ന് കാണാതെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് പുറമെ കേൾക്കുന്നത്. ഇനി എന്താണ് എല്ലാവർക്കും പല പല അഭിപ്രായമാണല്ലോ. അപ്പം നമ്മളൊന്ന് പോയി കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ഹിറ്റൊന്നും എനിക്ക് തോന്നിയില്ല. പേഴ്സണലി പലർക്കും പല അഭിപ്രായമാണല്ലോ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇൻ്റർവെൽ വരെ എന്താ പറയുക, കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞപ്പം കഥ വേറെ രീതിയിലോട്ട് മാറി. കാരണം അതിൽ ഓരോരോ ആക്ടറും വന്ന് അഭിനയിച്ചിട്ട് പോകുന്നത് സൂപ്പറായിരുന്നു. അവർക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ അവർ അഭിനയിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രണവ് മോഹൻലാൽ, എൻ്റെ ദൈവമേ, കാത്തിരുന്നിട്ട് പുള്ളിക്കാരൻ 2-3 വർഷം കൂടി ഇരിക്കുമ്പോഴേ മൂവി ചെയ്യത്തുള്ളൂ. പക്ഷെ അതും സൂപ്പറാക്കാൻ നോക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. നിവിൻ പോളിയൊക്കെ വന്ന് അങ്ങോട്ട് ചെയ്ത പെർഫോമൻസ് അത് സൂപ്പറായിരുന്നു. വെച്ചാൽ സൂപ്പറായിരുന്നു. എന്താ പറയുക, അജു വർഗീസ്, പ്രണവ്, പിന്നെ എന്താ പറയുക, ധ്യാൻ, വിനീത് എല്ലാവരും കൂടി ഒരു ചെറിയൊരു പടം നല്ല രീതിയിൽ അവരെ ആക്കിയെടുത്തു. കാരണം ഒരു പ്രൊഡ്യൂസറിൻ്റെയും ഒരു ഡയറക്ടറിൻ്റെയൊക്കെ ലൈഫിലുണ്ടാകുന്ന യഥാർത്ഥ ലൈഫിൽ പല സിറ്റുവേഷനിലൂടെ ആയിരിക്കുമല്ലോ അവരൊരു മൂവി കൊണ്ടുവരുന്നതും. അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും വന്നു പോകുന്നുണ്ട്. നമ്മളതൊന്നും അറിയത്തില്ല. അവർക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവർ സൂപ്പറായിട്ട് പഴയ കാലവും പുതിയ കാലവും അവർ കാണിച്ചു തന്നു. എന്തായാലും കുഴപ്പമില്ല, കണ്ടിരിക്കായിരുന്നു. പിന്നെ നിവിൻ പോളി വന്നതിന് ശേഷം സൂപ്പറായിരുന്നു. പുള്ളിക്കാരനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിവിൻ പോളിയുടെ വേറിട്ടൊരു മുഖമായിരുന്നു. ധ്യാൻ്റെയും പ്രണവിൻ്റെ ചില സീൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ശരിക്കും പറഞ്ഞാൽ അവരെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കുറേ സീൻസിൽ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മോഹൻലാലിൻ്റെയും പിന്നെ എന്താ പറയുക ശ്രീനിവാസിൻ്റെ പഴയ കുറേ മൂവി ഉണ്ടല്ലോ, അതിലൊക്കെ കുറേ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. നിങ്ങളെല്ലാവരും പോയി കാണുക, അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്കും ഇഷ്ടപ്പെട്ടു. അത്രയും അങ്ങോട്ട് വലിയ സൂപ്പറാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ആവേശം ഇതിലൂടെ എന്താ പറയുക താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവേശം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയി ഗൈസ്. ഇനി അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ചായയും പിന്നെ സ്നാക്സൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള കാത്തിരിപ്പാണ് ഗൈസ് ഇത്. പിന്നെ കുറേ സമയമായപ്പോൾ അലാറം അടിച്ചു. ഞങ്ങൾ നേരെ ഓടിപ്പോയി ഫുഡ് വാങ്ങാൻ വേണ്ടി അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക് അതാ എത്തി ഗൈസ്. എന്തായാലും ഒരു സൂപ്പർ ഡേ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ഒന്നിച്ചു കൂടുന്ന ചില സന്ദർഭങ്ങളൊക്കെ ആണല്ലോ.
അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ ഈ ഒരു 1 വീക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പോയി. അവരോട് നല്ല രസമായിരുന്നു, പുറത്തൊക്കെ പോകാൻ പറ്റി. പിന്നെ വിഷു ഒരുമിച്ച് ഞങ്ങളെല്ലാം ആഘോഷിച്ചു. എല്ലാം കൊണ്ട് രസമായിരുന്നു. അനിയത്തിക്കുട്ടിയുടെ ഒരാൾ +2, ഒരാൾ 10th പഠിക്കുന്നത്. അപ്പോൾ മൂത്തവക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലാസ് ഉണ്ടായിരുന്നു, +2ൻ്റെ ക്ലാസ് നേരത്തെ തുടങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു 1 വീക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ലീവ് കിട്ടുമ്പോൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും പൊളിച്ചടുക്കി ഞങ്ങൾ 1 വീക്ക് വിഷുവൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ച് രസമായിരുന്നു. അമ്പലത്തിലൊക്കെ പോയി, എന്താ പറയുക, അങ്ങനെ ഇടയ്ക്കൊക്കെ ഇവരങ്ങനെ വരുള്ളൂ. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോകും, നാട്ടിൽ പോകുമ്പം അവിടെ ജസ്റ്റ് 1-2 ദിവസം നിൽക്കും എന്നല്ലാതെ ഇവിടെ എറണാകുളം വന്നിങ്ങനെ 1 വീക്കൊക്കെ നിൽക്കുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മൂമെൻറ്റ്സും കുറച്ച് നല്ല രസമായിരുന്നു എന്തായാലും. അപ്പം അങ്ങനെ ഞങ്ങൾ ലുലു മാളൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അടിച്ച് പൊളിച്ച് എല്ലാം കണ്ട് കേട്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ഇനി ഞങ്ങൾ നേരെ ലുലുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് എന്തായാലും ഹാപ്പിയായി. ഇനി ഞങ്ങൾ നേരെ ഓഫീസിൽ പോയി കുറച്ച് സമയം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും മൂവി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഓഫീസിൽ പോകേണ്ട കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിൽ പോയിട്ട് ഇനി ഒരു 1-2 മണിക്കൂർ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിട്ട് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം ഗൈസ്. എന്തായാലും ഒരു സൂപ്പർ ഡേ ആയിരുന്നു. നല്ലൊരു മൂവിയൊക്കെ കാണാൻ പറ്റി. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു ഗൈസ്. എന്തായാലും ഇനിയിപ്പം നെക്സ്റ്റ് ടൈം ലീവ് ഓണമായിരിക്കുമല്ലോ, ഓണത്തിന് ഇതെല്ലാം ലീവ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കണം. കുറേ സ്ഥലത്ത് ഇനി കാണാനുണ്ട്, കുറേ സ്ഥലം കാണാൻ പറ്റിയിട്ടില്ല. 1 വീക്ക് കൊണ്ട് നമുക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു. ഇനി കുറേ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പം എല്ലായിടും നമുക്ക് തൂത്തുവാരി പോയി കാണാമെന്നൊക്കെ വിചാരിച്ചു. അതൊരു മെട്രോ പോലെ കണ്ടു ഗൈസ്. എന്താണെങ്കിലും ഞങ്ങൾ ലുലുന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഓഫീസിലുള്ള വരെ നടക്കാനുള്ളതേ ഉള്ളൂ. ഒരു മറ്റേ ആ സിഗ്നൽ കിടന്ന ഉടനെ ഓഫീസാണല്ലോ. അപ്പോൾ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് അമ്മേനെ ഒരു ഇൻ്റർവ്യൂക്കാർ പൊക്കി ഗൈസ്, ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് അമ്മ പിന്നെ ജാസ്മിനെ പറ്റി ഗബ്രീനെ പറ്റി എന്തൊക്കെയോ വാദോരാതെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ഓഫീസിലേക്ക് എത്തി. അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഉണ്ടായിരുന്നു സംഭവം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, സീ യു.